തെരഞ്ഞെടുപ്പിൽ നമുക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. തിരിച്ചടി എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പാർട്ടി വളരെ സൂക്ഷ്മമായി എല്ലാ തലങ്ങളിലും ആ പരിശോധന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1957 ഏപ്രിൽ 5 EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും ഒരു പുതിയ അനുഭവമായിരുന്നു. അന്ന് ആന്ധ്രയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരിക എന്നാണ് പലരും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ ആന്ധ്രയിൽ അന്ന് അധികാരം നമുക്ക് കിട്ടിയില്ല. കേരളത്തിൽ അധികാരം ലഭിച്ചു. 1957 മുതൽ 1987 വരെയുള്ള 30 വർഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പാർട്ടികളോ നയിക്കുന്ന ഗവൺമെന്റുകൾ 6 വർഷമാണ് ഭരിച്ചിട്ടുള്ളത്. 57, 59, 67, 69, 80, 82. CPI പിന്നെ ഇടയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ഗവൺമെന്റുകളോ 30 വർഷത്തിനുള്ളിൽ 6 വർഷമാണ് ഭരിച്ചിട്ടുള്ളത്. 87 കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോ 91 2 തിരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കട്ടെ എന്ന് കരുതി കാലാവധി 1 വർഷം ബാക്കി നിൽക്കെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചു. പക്ഷെ ഫലം നമുക്കെതിരായി. 1996 വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു. 96 നമ്മൾ അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരു ഇടതുപക്ഷ സർക്കാരോ കാലാവധി പൂർത്തീകരിക്കുന്നത്. 1957 മുതൽ 2001 വരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ഗവൺമെന്റോ കാലാവധി അതിനു മുൻപ് പൂർത്തീകരിച്ചൊരു അനുഭവമേ ഇല്ല. നമ്മളെ കുറിച്ചുണ്ടായിരുന്ന പരാതി തന്നെ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല, സമരം ചെയ്യാൻ അറിയുള്ളൂ, കാലാവധി പൂർത്തീകരിക്കുകയില്ല. എന്നാൽ 96, 2001 കേരളം ലോകത്തിന് പുതിയ വികസന മാതൃക സംഭാവന ചെയ്ത ഗവൺമെന്റിനാൽ നയിക്കപ്പെട്ട കാലമാണ്. അതേവരെയുള്ള ലോകത്തിന്റെ അനുഭവത്തിൽ ആസൂത്രണം ഒരു കേന്ദ്രീകൃതമായ പ്രക്രിയയായിരുന്നുവെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വികേന്ദ്രീകരണ ആസൂത്രണം, ജനകീയ ആസൂത്രണം 96, 2001 നായനാർ ഗവൺമെന്റിന്റെ സംഭാവനയാണ്. വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടായി, സാമ്പത്തിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും. എന്നാൽ ആദ്യമായി കാലാവധി നമ്മൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഈ ഗവൺമെന്റുകൾ നേരത്തെ 2 വർഷം കിട്ടുമ്പോഴും ഒത്തിരിയേറെ മൗലിക മാറ്റങ്ങൾ വരുത്തില്ല, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ഗവൺമെന്റ് തുടർന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുമുന്നണി ഗവൺമെന്റ് കേരളത്തിൽ തുടർന്നാൽ പിന്നെ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന കാഴ്ചപ്പാട് എല്ലാ വലതുപക്ഷ ശക്തികൾക്കും ഉണ്ടായി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പാണ്. ജാതിമത സാമുദായിക ശക്തികൾ, വർഗീയ ശക്തികൾ, മൂലധന ശക്തികൾ എല്ലാവരും, അതിനകത്ത് ഉദ്യോഗസ്ഥ സംവിധാനം, അവസാന ഘട്ടത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ബ്യൂറോക്രസിയുടെ വിഭാഗം ഉൾപ്പെടെ എല്ലാവരും കാലാവധി പൂർത്തീകരിച്ച ഈ ഗവൺമെന്റ് തുടരരുത് എന്ന നിലപാടോടെ ഒത്തുചേർന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് മുന്നണി സംവിധാനം കേരളത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് 40 സീറ്റ്. എറണാകുളത്ത് ഒറ്റ സീറ്റായി കിട്ടിയത് പെരുമ്പാവൂര്. അതിനു മുൻപ് 77 വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പൊ മുന്നണി സംവിധാനം ഈ രൂപത്തിലല്ല. 77 ആകെ 17 സീറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത്, CPM കിട്ടിയത്. മുന്നണിക്ക് 23 സീറ്റ്. എന്നാൽ 80 കഴിഞ്ഞപ്പോ വലതുപക്ഷ ശക്തികൾക്കകത്ത് ഭിന്നിപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2-3 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും ഇടത് മുന്നണി അധികാരത്തിൽ വന്നു. അന്ന് മുതലാണ് പുതിയ മുന്നണി സംവിധാനം വരുന്നത്. പക്ഷെ പിന്നീട് അവര് തിരിച്ചുപോയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 87 വീണ്ടും വന്നു. ഈ കാലാവധി ആദ്യമായി പൂർത്തീകരിച്ച 96, 2001 ആ ഗവൺമെന്റിനെതിരെ
എല്ലാ ശക്തികളും ഒത്തുചേർന്നപ്പോ നമുക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടി. എന്നാൽ 5 വർഷത്തിനുള്ളിൽ ഈ എല്ലാ ശക്തികളും ചേർന്ന് നമുക്ക് ഇവര് നിലപാട് സ്വീകരിച്ചെങ്കിലും ജനവിശ്വാസം വീണ്ടെടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഈ 2 ഗവൺമെന്റുകളുടെ അനുഭവങ്ങൾ കൂടി ജനങ്ങൾ വിലയിരുത്തി ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി 2006 കേരളം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് വന്നു. പിന്നെ നമുക്കറിയാം 2011 ആ തെരഞ്ഞെടുപ്പിൽ വിജയത്തോടടുത്തെത്തിയ പരാജയമായിരുന്നു. 3 സീറ്റിലാണ് തുടർച്ച നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ട സീറ്റുകളുടെ വോട്ടുകളുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. 2016 കഴിഞ്ഞപ്പോ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നു. 2021 ഒരു തുടർച്ച ഉണ്ടാകില്ല എന്ന് പലരും കണക്ക് കൂട്ടിയെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിനു മുൻപ് നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റോട് കൂടി രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. ചരിത്രത്തിലെ ഈ തുടർച്ച എല്ലാ വലതുപക്ഷ ശക്തികളെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുടർച്ച തുടർന്നാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുമാറ്റാൻ കഴിയില്ല എന്ന ധാരണയോടുകൂടി 2001 അണിനിരന്നതിനേക്കാൾ ശക്തിയോടുകൂടി വലതുപക്ഷ ശക്തികളും മാധ്യമങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേർന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് 10 വർഷം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതാണ്. ഒരാളും ഗവൺമെന്റിനെതിരെ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. തുടർച്ചയായ പ്രചാരവേലകൾ, നുണപ്രചാരവേലകൾ, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതെല്ലാം തുടർച്ചയായി നടത്തി നമുക്ക് തിരിച്ചടിയേറ്റു. ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ തുടർച്ച ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും അണിചേർന്നപ്പോ നമുക്ക് 2001 അതിനേക്കാളും കുറഞ്ഞ അവസ്ഥയിലേക്ക് ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. പാർലമെന്ററി സമര രൂപങ്ങളെ കോർത്തിണക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിലെ ജയാപജയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സംവിധാനമല്ല. അത് പ്രധാനപ്പെട്ടു തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പാർട്ടി എന്ന നിലയിൽ പ്രധാനപ്പെട്ടു തന്നെയാണ്. എങ്ങനെയാണോ 77 ആ 17 അല്ലെങ്കിൽ മുന്നണിയുടെ 23 നിന്ന് നമ്മൾ 80 തിരിച്ചു വന്നത്, എങ്ങനെയാണോ 2001 മുന്നണി സംവിധാനത്തിൽ ഏറ്റവും കനത്ത തിരിച്ചടിയിൽ നിന്ന് 2 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു പോകുന്നത്, അതിനേക്കാൾ ശക്തമായി ഈ തിരിച്ചടിയിൽ നിന്ന് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അത് സ്വാഭാവികമായി ഇങ്ങനെ തന്നെ പോയാൽ നടക്കുമെന്ന് പാർട്ടി കരുതുന്നില്ല. അതുകൊണ്ടാണ് വളരെ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ പാർട്ടി തീരുമാനിച്ചത്. പ്രാഥമികമായ ഒരു വിശകലനം നടത്തി അതിനടിസ്ഥാനത്തിൽ വീണ്ടും ഹ്രസ്വമായി കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി വിശദമായി 2 ദിവസം ചേർന്നു. ഇപ്പൊ ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയാണ്. അതിനുശേഷം ഏരിയ കമ്മിറ്റികൾ ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ഇത്രയും മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തിയിട്ടും നമുക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തില്ല? ഏതെല്ലാം തരത്തിലുള്ള പ്രചാരവേലകൾ സ്വാധീനിച്ചു? എന്താണ് കാരണം? അപ്പൊ ചെറുതോടെ എന്തായാലും 10 കൊല്ലായില്ലേ, ഒന്ന് മാറിക്കോട്ടെ. എന്തിനാ മാറണ? കാരണമൊന്നുമില്ല, എന്നാലും മാറിക്കോട്ടെ എന്ന് പല ചിന്തകളുണ്ടാവും. ഇന്നതാണ് എന്നതിലേക്ക് ഞാനിപ്പോ എത്തുന്നില്ല. ഇത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ എതിരാളി എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാട്ടാണ് ഈ തെറ്റായ ഒരു ആശയഗതികൾ എത്തിക്കാൻ കഴിഞ്ഞത്. നമ്മൾ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? നമ്മുടെ ഇതെല്ലാം കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല, എന്നാൽ ജനങ്ങളാകെ വോട്ട് ചെയ്തത് കുഴപ്പമായി. ജനങ്ങൾ നൽകിയ വിധി നമുക്കെതിരാണ്. ആ വിധിയെ വിനയത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇങ്ങനെ ഒരു വിധി വരാനിടയാകുന്ന രൂപത്തിലുള്ള ഭരണമായിരുന്നില്ല എന്ന് നമ്മൾ കരുതുന്നു. അതിനപ്പുറത്ത് എന്താണ് പൊതുവെ സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യുന്നത്?
എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ? പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? തിരുത്തേണ്ടതുണ്ടോ? പ്രചരണ രീതികൾ മാറേണ്ടതുണ്ടോ? പ്രവർത്തന രീതികൾക്കകത്ത് മാറ്റങ്ങൾ ആവശ്യമാണോ? ആ വിശദമായ ചർച്ചകളിലൂടെ ഒരേ ശരീരം എന്ന രൂപത്തിൽ ഒറ്റക്കെട്ടായി പാർട്ടിയും മുന്നണിയും പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കും. ഇനിയിപ്പോ കുറച്ചു കാലം ഇപ്പോ അവര് ഭരണത്തിലേക്ക് വരുന്നു, ജനങ്ങൾ അവർക്ക് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധാപൂർവം നോക്കുക. അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇതാണ് വിധി, ഇതാണ്. കുറച്ചു ദിവസം കാത്തിരുന്നല്ലോ. ഇപ്പൊ ജനതോട് ആയിക്കോട്ടെ, അവരുടെ രീതി അങ്ങനെയാണ്, അങ്ങനെ ആയിക്കോട്ടെ. ജനങ്ങൾ അവരെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വിധി നിൽക്കട്ടെ. ഇനി പല ഇപ്പൊ പറയുന്ന വണ്ടികളെല്ലാം മുഖ്യമന്ത്രിക്ക് 40 വണ്ടി ഉണ്ടായിരുന്നു. നമ്മള് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് എന്താണോ കൊടുത്തിരുന്നത് അതാണ്. വണ്ടിയൊന്നും വാങ്ങില്ല. ഇപ്പൊ ഞാൻ മന്ത്രിയായി 5 കൊല്ലം ഒറ്റ വണ്ടിയായിരുന്നു. ആ വണ്ടി അതിന് മുൻപത്തെ മന്ത്രിസഭയിൽ TP രാമകൃഷ്ണൻ ഉപയോഗിച്ച അതേ കാറാണ്. മിക്കവാറും മന്ത്രിമാരുടെ തന്നെ. കഴിഞ്ഞ ഗവൺമെന്റും മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷാ സംവിധാനം അവരുടെ വണ്ടി കൊടുക്കും. മിക്കവാറും എല്ലാ മന്ത്രിമാരിലും പഴയ മന്ത്രിമാരും ഉപയോഗിച്ചാണ്. ഞാൻ ഉപയോഗിച്ച TP രാമകൃഷ്ണൻ ഉപയോഗിച്ച വണ്ടിയാണ്. അതാണ് 5 കൊല്ലവും ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുമ്പോൾ ഞങ്ങൾ ക്രിയാത്മകമായി പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി സന്ദർശിക്കാൻ വന്ന ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആഴത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുക്കാൻ, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളെ പഠിപ്പിക്കാനും ജനങ്ങളിൽ നിന്ന് പഠിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയിലൂടെ പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒന്നാകെയും മുന്നോട്ട് വരും. ഈ നാട്, ഈ ലോകം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ന്യൂയോർക്ക് കണ്ടില്ലേ? അമേരിക്കയുടെ ന്യൂയോർക്കിനകത്തിൽ ഇടതുപക്ഷ മേയർ വലിയ മാറ്റങ്ങൾ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നില്ലേ? അപ്പൊ തിരിച്ചടികൾ നിരാശയോടെ കാണുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തിരിച്ചടികൾ ഉണ്ടാകും. അത് പാർലമെന്റ് രംഗത്താകാം, പ്രക്ഷോഭ രംഗത്താകാം, മറ്റു മേഖലകൾക്കകത്താകാം. നേരെ ഒറ്റ കോമഡി പോലെ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നവരല്ല. പിരിയൻ കോമഡി പോലെയാണ് ചരിത്രത്തിന്റെ പ്രയാണം. പിരിയൻ കോമഡി ആകുമ്പോ ഒന്ന് കേറുമ്പോ ചിലപ്പോ ഒന്ന് ഇറങ്ങുന്നത് പിന്നെ കയറാൻ വേണ്ടിയാണ്. അതിങ്ങനെ കയറുന്നത് ഒടുവിൽ മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മുന്നോട്ട് പോകും. എല്ലാ തിരിച്ചടികളെയും അതിജീവിച്ച് വിനയപൂർവം ജനങ്ങൾ നൽകിയിട്ടുള്ള വിധി ഉൾക്കൊണ്ടും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും കൂടുതൽ ജനവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. അതിന് സഖാവ് പത്രോസിനെ പോലെയുള്ളവരുടെ സ്മരണകൾ നമുക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.